പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടപെട്ട ഒരു വചനം ഇങ്ങനെയാണ്. അത് 34-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാകുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടെ മനസ്സ് തകർന്ന് ആമേൻ വല്ലാത്ത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിടിച്ചു നിൽക്കുവാൻ എനിക്ക് കഴിയുകയില്ല, എന്റെ മുൻപിലെല്ലാം അടയപ്പെട്ട വഴികളാണ്, എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള ഭാരത്തോടുകൂടെയാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുന്നതെങ്കിൽ, ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പ്രേരണ നൽകി തന്നിട്ടുണ്ട്. വലിയ ദൈവ പ്രവൃത്തി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ, നീ ഹൃദയനുറുക്കത്തോടുകൂടി കരയുന്ന വിഷയത്തിന്റെ മേൽ എന്റെ യേശു ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ വ്യക്തികൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ എന്ന് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ്. അത്ഭുത സൗഖ്യങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ഇന്ന് സംഭവിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ വലിയ ദൈവിക മഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആവശ്യബോധത്തോടുകൂടി അവൻ ആരൊക്കെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയോ അവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, അവരെല്ലാം അവരുടെ അസാധ്യമാകുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിതാവേ, ഇന്ന് വളരെ ആഗ്രഹത്തോടുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനത്തെ ദൈവം തൊടണമേ, ഈ ജനത്തെ ദൈവം ശുശ്രൂഷിക്കണമേ. ഇവരുടെ ഹൃദയ നുറുക്കത്തിൽ നിന്ന്, മനസ്സ് തകർന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇവരെ വിടുവിക്കണമേ. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് കടന്നു വന്ന ലാസറിനെ വെച്ചതെവിടെയാണെന്ന് ചോദിച്ച് 4 ദിവസമായി നാറ്റം വെച്ച അനുഭവമാണ്. എന്നാൽ അസാധ്യങ്ങളെ മാറ്റി നിർത്തി അവിടെ പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവശക്തിയെ റിലീസ് ചെയ്യുകയാണ്. നാറ്റം വെച്ചു അവൻ ആ കല്ലറയ്ക്കൽ നിന്ന് പുറത്തു വരിക, കല്ലറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരിക അസാധ്യമാണെന്ന് കൂടി നിന്ന യഹൂദന്മാർ മൊത്തം പറഞ്ഞപ്പോഴും അതിന്റെ നടുവിൽ അവനെ വെച്ചതെവിടെ എന്ന് ചോദിച്ച് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ഹൃദയ നുറുക്കത്തോടെ, മനസ്സ് തകർന്നോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ആ കടഭാരം മാറട്ടെ. ആ ഡിവോഴ്സിന്റെ വക്കിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആ രോഗം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അവൻ സമൂഹത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടുകൾ കൊണ്ട് തലകുനിഞ്ഞിരിക്കുന്നവർ എന്നെ കാണുന്നുണ്ട്. അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം ഞങ്ങൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ വിടുതലുകൾ നൽകിത്തരുന്ന ദൈവമാകുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സൗഖ്യം നൽകിത്തരുന്ന ദൈവമാകുന്നു. അങ്ങനെയെങ്കിൽ ജനത്തിന്റെ മേൽ ഇന്ന് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ഉദ്ധാരണങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് രൂത്തിനെ നല്ല ബോവസിന്റെ വയലിൽ, അവൻ നല്ല ബോവസിന്റെ ഭവനത്തിൽ എത്തിച്ചതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക്
ജനത്തെ ദൈവം കൈപിടിച്ചുയർത്താൻ പോകുന്നതിനായി അങ്ങക്ക് മഹത്വം തരികയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. യമേൻ, യമേൻ. ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അനുഭവിച്ചു തുടങ്ങുകയാണ്. അമേൻ. എല്ലാ ദിവസവും രാത്രി 7 മണി തൊട്ട് ഈ ചാനലിലൂടെ തിങ്കൾ തൊട്ട് ശനിയാഴ്ച ദിവസം രാത്രി 7 മണിക്ക് ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ, പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ നമ്മൾ കൈമാറുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവപ്രവർത്തികൾ, മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു വചനം ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ദൈവവചനത്തിനാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവപ്രവൃത്തിയെ അയക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്നാണ്. ദൈവത്തിന്റെ വചനത്തെ പറ്റി എബ്രായ ലേഖനം പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിന്റെ വചനം ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു, അത് പോകുന്ന സ്ഥലത്ത് ദൈവപ്രവൃത്തികൾ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് വിശ്വാസത്തോടുകൂടി ദൈവം ഇന്ന് നമ്മൾക്ക് നൽകിത്തരുന്ന ആ ദൈവവചനത്തെ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിക്കുവാൻ വേണ്ടി പോകുന്നത്. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്തോ. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ആമേൻ. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. നല്ല പേരാണ്. പക്ഷെ ആ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദുഃഖപുത്രൻ എന്നാണ്. ആ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദുഃഖം എന്നാണ്, വേദന എന്നാണ്. അടുത്തത്, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കിയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമെന്ന് അവൻ അപേക്ഷിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇന്നത്തെ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ അപേക്ഷിച്ചതിന്, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് അവൻ മറുപടികൾ ദൈവം നിങ്ങൾക്ക് നൽകി തരുന്ന സീസൺ ആയിരിക്കും. ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചു. യബ്ബേസ് എന്ന് പറയുന്ന വ്യക്തി, അവൻ ജനിച്ച നാൾ തൊട്ട് അവന്റെ മുൻപിൽ ഒരുപാട് ബൗണ്ടറികൾ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും ഉയർന്നു പോകാൻ പറ്റാത്ത രീതിയിൽ അവന്റെ ഭവനത്തിൽ നിന്ന് തന്നെ അവൻ ശാപവാക്ക് കേട്ടവനാണ്. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഒരിക്കലും ഉയർച്ചയിലേക്ക് പോകാതെ വണ്ണം, മുന്നേറ്റത്തിലേക്ക് നടന്നു പോകാതെ വണ്ണം ബൗണ്ടറികൾ ഉള്ള വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. നിങ്ങളുടെ മുൻപിലുള്ള ബൗണ്ടറികൾ ഈ ഫെബ്രുവരി മാസത്തിൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടുകയാണ്. നിങ്ങൾക്കറിയുമോ, ദൈവവചന ചരിത്രത്തിൽ ആരൊക്കെ ആവശ്യബോധത്തോടുകൂടി, ഞാൻ ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ, പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആരൊക്കെ ദൈവമുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ അവരുടെ ഭവനങ്ങളിലെല്ലാം വിടുതലുകൾ കണ്ടിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടന്നിട്ടുണ്ട്, ചിലരുടെ ജീവിതത്തിന്റെ കാലതാമസം ഉണ്ടാകാം. എന്നാൽ അവിടെ നീ പിന്മാറി പോകാതെ ദൈവം മുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറികൾ പൊളിയും. നിന്റെ മുൻപിൽ ഇന്ന് ഫിനാൻസിന്റെ ബൗണ്ടറികൾ ഉണ്ടായിരിക്കാം. നിന്റെ മുൻപിൽ ഇന്ന് വേദനകളുടെ ബൗണ്ടറികൾ ഉണ്ടായിരിക്കാം. നിന്റെ മുൻപിൽ രോഗമെന്ന ബൗണ്ടറി ഉണ്ടായിരിക്കാം.
നിന്റെ മുൻപിൽ അവൻ ഒരുപാട് ബൗണ്ടറികൾ കാരണം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പൈശാചിക മേഖല നിന്നെ കെട്ടിവെച്ചിരിക്കുന്നതായിരിക്കാം. എനിക്കറിയാം ഇന്നും നിരാശയുടെ ബൗണ്ടറി ആയിട്ട് എന്നെ കേൾക്കുന്നവരുണ്ട്. ഒരിക്കലും ആ നിരാശയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റുകയില്ലെന്ന് പറയുന്ന ചിലരെ കേൾക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥനയിൽ ആ നിരാശയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഡിപ്രഷന്റെ സ്പിരിറ്റുകൾ വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റുകൾ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടെയാണ് അത്. അവന്റെ സംസ്കാരം അവനെ പരിമിതിപ്പെടുത്തുവാനിടയായി തീർന്നു. അവൻ ചരിത്രം പറവാനിടയായി തീർന്നു. നീ വേദനയിലായിരിക്കും. എന്നാൽ യെപ്പേസ് ഇതിന്റെ നടുവിൽ, ഇവന്റെ ബൗണ്ടറികളുടെ നടുവിൽ അവൻ മുതിർന്നപ്പെടുകയല്ല ചെയ്തത്. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ മേൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, നിനക്ക് നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നീ മുതിർന്നപ്പെടുകയല്ല ചെയ്യേണ്ടത്. ആ സാഹചര്യത്തോട് നീ കോംപ്രമൈസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിനക്കൊരു ദൈവമുണ്ടെന്ന് നീ അറിയണം. നിന്റെ ദൈവത്തിൽ നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റിയ ഞാനിന്ന് പറഞ്ഞതുപോലെ 4 ദിവസമായി നാറ്റം വെച്ചു. എന്ത് സംഭവിക്കാനാണ്? എന്നാൽ ആ വിഷയത്തിന്റെ മേൽ യേശുവാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ആ വിഷയത്തിന്റെ മേൽ അത്ഭുതം സംഭവിച്ചിരിക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എന്റെ മുൻപിലുള്ള ബൗണ്ടറികൾ പൊളിയും. ഈ സീസണിൽ എന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ ചരിത്രം മാറും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പറയുന്ന വാക്കിന് ശക്തിയുണ്ട്. സദൃശവാക്യമാണ് പറയുന്നത്, ജീവനും മരണവും നാവിന്റെ തുമ്പിലിരിക്കുന്നു, നാവിന്റെ വക്കിലിരിക്കുന്നു. എന്തു പറയുന്നു അതിന്റെ ഫലം നീ തിന്നും. ഹല്ലേലൂയ. യെബ്രേസ് തന്റെ അമ്മ തന്നെ വ്യസനത്തോടുകൂടി പ്രസവിച്ചു. ദുഃഖപുത്രൻ എന്നാണ് അവന്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഉതിർന്നപ്പെടുകയല്ല ചെയ്തത്. അതിന്റെ നടുവിൽ അവന് നോക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ദൈവമായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, ഉത്തരമരുളി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം മുഖത്തേക്ക് തന്നെ നോക്കുക. എന്നാൽ യെബ്രേസ് പ്രാർത്ഥിച്ചു. തന്റെ പേരും ഭൂതകാലവും വെച്ച പരിമിതികൾക്കുള്ളിൽ ജീവിക്കുവാൻ അവൻ തയ്യാറായില്ല. ഇന്ന് നിന്നെപ്പറ്റി പലതും പറയുന്നുണ്ടായിരിക്കാം. നീ തന്നെ നിന്നെ നോക്കിയിട്ട് പേടിയോടുകൂടി ആയിരിക്കും നിന്റെ ഭാവിയെ നീ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള പല വ്യക്തികളുണ്ട്. നിന്നോടുള്ള ദൂതാണ്, ആ പരിമിതികളിൽ നീ ഒതുങ്ങിപ്പോകരുത്. ഭൂതകാലഘട്ടത്തിൽ നിന്നെ പറ്റി ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഭയപ്പെട്ടു പോകരുത്. നിന്റെ ഭൂതകാലമല്ല നിന്റെ ഭാവി കാലത്തെ പറ്റി നിശ്ചയിക്കുന്നത് നിന്റെ ദൈവമാണ്. നിന്റെ ഭാവിയെ പറ്റി നിശ്ചയിക്കുന്നത് നിന്റെ ദൈവം. നിന്നെ നോക്കിക്കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, നിന്റെ ദൈവം നിന്നെ നോക്കിക്കൊണ്ട് നിന്റെ ബൗണ്ടറികൾ പൊളിയുമെന്ന് പറഞ്ഞാൽ, അത് യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞിരിക്കും. ഞാൻ ആത്മാവിൽ കാണുകയാണ് പല മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിന്റെ മേൽ ദൈവം തകർക്കുകയാണ്.
യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ തന്നെ അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. പല വ്യക്തികൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ വിഷയങ്ങൾ മുഖാന്തരം, കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിന്മേൽ ആഞ്ഞടിച്ച പ്രതികൂലം മുഖാന്തരം അവൻ മുഖമേറ്റെടുത്തുകൊണ്ട് നിവർന്നു നിൽക്കാൻ പറ്റാതെ ഭാരത്തോടുകൂടി ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന് എന്നെ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ആ മുഖങ്ങൾ തകർന്നു മാറുകയാണ്. നിന്റെ ജീവിതത്തിന്റെ മേൽ ഫ്രീഡം ദൈവം കൽപ്പിക്കുകയാണ്. ശരി, യറ്റൽ പ്രബാല ഘടകസി. പക്ഷെ മക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഭാരമാണ്. അവൾക്കൊരു ഭാവിയില്ല. നിന്നോട് നീ പറയുന്ന നെഗറ്റീവ് വേർഡുകൾ നീ വിശ്വസിക്കരുത്. അത്ഭുതങ്ങൾ എന്റെ ദൈവം ഓ റാബ സംജൽ പ്രബാല ഘടകസി നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ മാതാവ് നൽകിക്കൊടുത്ത പേര്, ഇസ്രായേലിന്മേൽ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത് തന്നെ അവന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും. എന്നാൽ ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, എന്നെ സത്യമായി അങ്ങ് അനുഗ്രഹിക്കണമേ, എന്റെ അതിരുകളെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരണമേ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ പ്രാർത്ഥനകൾക്ക് റോഷബാല ഘടകസി അവന്റെ ലേബലുകളുടെയും ഭൂതകാലത്തിന്റെ വാക്കുകളുടെയും അതിർത്തികൾ ദൈവം തകർത്തു കളഞ്ഞു. ഓ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോ, എത്ര ബൗണ്ടറിയായി, എത്ര അതിരുകൾ നിന്റെ മുൻപിൽ ഉണ്ടെങ്കിലും ആ അതിരുകളിൽ നിന്ന് നീ ജീവിക്കില്ലെന്ന്, ആ അതിരുകളിൽ നീ ഒതുങ്ങി ജീവിക്കില്ലെന്ന് ദൈവാത്മാവ് നിന്നോട് പറയുകയാണ്. ആമേൻ. പക്ഷെ ഞാൻ നേഴ്സിംഗിന് വേണ്ടി പോയി, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് പരാജയമാണ് ഞാൻ കാണുന്നത്. എന്റെ മുൻപിൽ ഒരുപാട് അതിരുകൾ ഉണ്ട് പാസ്റ്ററെ, എന്ത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ മുൻപിലുള്ള അതിരുകളെ ദൈവം ബ്രേക്ക് ചെയ്യുകയാണ്. നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി, നീ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉപരിയായി എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ ബ്രേക്ക് ത്രൂ തന്ന് മാനിക്കുമെന്ന് റോഷബാല ഘടകസി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. നമ്മൾക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 12 സംവത്സരമായി തന്റെ ജീവിതത്തിന്റെ മേൽ അതിരുകളുള്ള ഒരു സഹോദരിയെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്, അവൾക്ക് ശാരീരികമാകുന്ന ദൗർബല്യമുണ്ട്, സാമ്പത്തികമായ നഷ്ടം അത് മുഖാന്തരം ഉണ്ടാകുവാനിടയായി തീർന്നു. അവൻ സാമൂഹികമാകുന്ന വേദികളിൽ അവൾക്ക് ചെല്ലാൻ പറ്റുകയില്ല. മതപരമായ നിയന്ത്രണം അവൾക്കുണ്ട്. ഇതിന്റെ നടുവിൽ അവൾ യേശുവിനെ പറ്റിയുള്ള വാക്ക് കേട്ടു. പ്രിയരെ, യേശുവിന്റെ വാക്ക്, യേശു എന്ന് പറയുന്ന ആ വാക്കിൽ നീ വിശ്വസിച്ചാൽ, ആ വ്യക്തിയിൽ നീ വിശ്വസിച്ചാൽ നിന്റെ ബൗണ്ടറികൾ തന്നെ താഴെ പോകും. അവളോട് തന്നെ പറഞ്ഞു, ഞാൻ യേശുവിന്റെ അടുക്കൽ കടന്നു പോകും, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടും. അവളുടെ മുമ്പിൽ പരിമിതികളെ മാറ്റിവെച്ച് അവൾ മുന്നോട്ട് പോയി. യേശുവിന്റെ തൊട്ട നിമിഷത്തിൽ അവളുടെ ബൗണ്ടറികൾ മാറി, അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. എത്ര വലിയ ബൗണ്ടറി ഉള്ള വ്യക്തിയാണെങ്കിലും, നിന്റെ മുൻപിൽ അതിരുകളിൽ നിന്ന് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, പല കുടുംബങ്ങളിൽ ചെന്നു ആ ഭവനത്തിലെ ഞെരുക്കം കാരണം, ആ ഭവനത്തിലെ നിയന്ത്രണം കാരണം നിനക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് ചിലർ കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ മേൽ ദൈവിക സ്വാതന്ത്ര്യ ദൈവം അയക്കുകയാണ്. അവൾ ജനക്കൂട്ടം കടന്നു, അവൾ ഭയം കടന്നു, മതപരമായ തടസ്സങ്ങൾ കടന്ന് യേശുവിന്റെ അടുക്കലേക്ക് കടന്നുപോയി. യേശുവിനെ തൊട്ട നിമിഷത്തിൽ യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു, എന്നെ ആരോ തൊട്ടു. ദൈവത്തിന്റെ വചനം പറയുന്ന പവർ ഹാസ് ഗോൺ ഔട്ട്. അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇമ്മീഡിയറ്റ്ലി സൗഖ്യം പ്രാപിച്ചു. പ്രിയരെ, ആരൊക്കെ നിന്നെ ഒരുക്കാൻ നോക്കിയാലും,
നിന്റെ ഡെസ്റ്റിനി, നിന്റെ വിധി പ്രീശലോ നിന്നോട് പറയുന്നത്, നിന്റെ ജാതകം ഒരുപക്ഷെ നിന്നോട് പറയുന്നത് നീ ഇവിടെ കൊണ്ട് തീരുമെന്നാണ്, നിനക്ക് ഭാവിയില്ലെന്നാണ്. എന്നാൽ യേശുവിനെ വിശ്വസിക്കുക. ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിന്റെ മേൽ ഇന്നു തൊട്ട് നിനക്ക് അക്ഷരികമായി കാണുവാൻ പറ്റും. ഈ മീറ്റിംഗ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങളായിത്തീരുകയാണ്. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് ജേബീസ് റോഡിലുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ആ മോളിന്റെ 4ാം നിലയിലാണ് നമ്മുടെ ആരാധനകൾ ഇപ്പോൾ നടക്കുന്നത്. സിൽവർ ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എന്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രിയരെ, യേശു ഒരു വിഷയത്തിന്റെ മേൽ കൈവച്ച ബൗണ്ടറികൾ പൊടിയും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്താൻ പോകുകയാണ്. കർത്താവേ, യേശുവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ മുമ്പിലെ ബൗണ്ടറികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാറ്റങ്ങളുടെ സീസൺ ദൈവം തുറന്നു കൊടുക്കും. അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. പ്രാർത്ഥന വിഷയങ്ങളിൽ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു.